വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബംഗ്ലാദേശില് നമ്മൾ അടുത്തിടെ കണ്ട ഒരു കലാപം ഷെയ്ഖ് ഹസീനയെ പുറത്തിറക്കാൻ ഉള്ള ഒരു കലാപമായിരുന്നു. ഷെയ്ഖ് ഹസീന അമേരിക്കൻ നിലപാടിന് എതിരെ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുക എന്നുള്ളത് അമേരിക്കയുടെ കൂടെ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. അവാമി ലീഗിനെതിരെയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. സംവരണത്തിനെതിരെയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ സംവരണം എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഗവൺമെന്റ് ജോലികൾക്ക് മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തന്നെ സംവരണം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ആ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഏറെക്കുറെ പേര് ഇപ്പൊ മരിച്ചുപോയി കാണും. അപ്പൊ അവരുടെ തലമുറകളിൽപ്പെട്ട കുട്ടികളുടെ കുട്ടികൾക്കൊക്കെ ഇത് തുടർന്ന് കൊടുക്കുമോ എന്നുള്ള ഒരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. അപ്പൊ അതൊരു ന്യായമായിട്ടുള്ള ഒരു ആശങ്കയായിട്ടാണ് എനിക്ക് തോന്നിയത് ആ സമയത്ത്. അതിന്റെ പേരിൽ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായി. പക്ഷെ അതിനുശേഷം കോടതി വിധി വന്നു, ഇത് നിർത്തിവെക്കാനുള്ള കോടതി വിധി വന്നു. കോടതി വിധി ഇവർക്ക് തൃപ്തി കൊടുക്കുന്ന വിധിയായിരുന്നെങ്കിലും, ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന വിധിയായിരുന്നുവെങ്കിലും ഇവർ ആ പ്രക്ഷോഭം നിർത്തിയില്ല. അവിടെയാണ് നമുക്ക് ഇവിടെ ഈ പ്രക്ഷോഭത്തിൽ ഒരു പന്തികേട് തോന്നിയത്. ഈ പ്രക്ഷോഭം പിന്നീട് കണ്ടിന്യൂ ആയി ഈ പ്രക്ഷോഭം പിന്നീട് ഒരു ന്യൂനപക്ഷ വിരുദ്ധ പ്രക്ഷോഭമായി. പിന്നീട് ഇതൊരു ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭമായി മാറി. ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭമായി മാറിയെന്ന് മാത്രമല്ല, പിന്നീടാണ് ഇതിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള അമേരിക്കൻ അജണ്ട പുറത്തു വന്നത്. അപ്പോൾ ഷെയ്ഖ് ഹസീന അവിടെ നിന്നും ഇന്ത്യയുടെ അകമ്പടിയോടുകൂടി ഇന്ത്യയിൽ വന്ന് അഭയം പ്രാപിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഷെയ്ഖ് ഹസീനയുടെ വീടുകളിൽ ഈ ബംഗ്ലാദേശിലുള്ള ഈ തീവ്രവാദികൾ ഇരച്ചു കയറി, ന്യൂനപക്ഷങ്ങളെ അവിടെ കൊന്നൊടുക്കി, അമ്പലങ്ങൾ ആക്രമിക്കപ്പെട്ടു, ധാരാളം ഹിന്ദുക്കളുടെ മൃതദേഹം, അവരുടെ ചോര പുഴയിൽ ഒഴുകി, അവിടെ ധാരാളം വിഷയങ്ങളുണ്ടായി. വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ആ സമയത്ത് ബംഗ്ലാദേശിൽ അവിടെയുള്ള ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടായി. ഷെയ്ഖ് ഹസീന അപ്പോൾ ഇന്ത്യയിൽ വന്ന് പറഞ്ഞു, അവിടെയുള്ള സെയിന്റ് മാർട്ടിൻ ദ്വീപ് ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും അമേരിക്ക ചോദിച്ചിരുന്നു, ഞാനത് കൊടുത്തില്ല, അതുകൊണ്ടാണെന്ന് ഷെയ്ഖ് ഹസീന തന്നെ പറഞ്ഞു. അതിനുശേഷം നോബൽ സമ്മാനം നേടിയ യൂനിസിനെ അവിടെ അവരോധിതനാക്കി അമേരിക്ക. ഇതാണ് അവിടെ നടന്നത്. ഈ നോബൽ സമ്മാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അമേരിക്കയ്ക്ക് ഏതെങ്കിലും രാജ്യത്തിനെതിരെ ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കണമെങ്കിൽ ഉടനെ അവർക്ക് ഒരു നോബൽ സമ്മാനം കൊടുക്കും. മെനങ്ങാന്ന് നമ്മുടെ അരുന്ധതി റായ് ഇന്ത്യക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അവർക്കും ഒരു നോബൽ സമ്മാനം ഉണ്ട് കേട്ടോ. ഈ നോബൽ സമ്മാനം കൊടുത്ത ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ആധികാരികതയുണ്ട് എന്നാണ് ഇവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസം. അമേരിക്ക അത് കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്ക വല്ലതും പറയാൻ പറയും. അപ്പൊ അവര് വല്ലതൊക്കെ പറയും. തിരിച്ച് നമ്മൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പറയാൻ പാടില്ല, അവര് നോബൽ സമ്മാനം മേടിച്ച ആളാണ്. അവര് നോബൽ സമ്മാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സമാധാനത്തിന്റെ സമ്മാനമാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് ഇതൊക്കെ ഞാൻ പറയട്ടെ, ഇതൊക്കെ കംപ്ലീറ്റ്ലി ഇന്റർനാഷണൽ പൊളിറ്റിക്സ് വീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെയൊക്കെ പിന്നിലുള്ള കളികളൊക്കെ മനസ്സിലാവും. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ ഇപ്പോ അവിടെ വീണ്ടും ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും ആക്രമണം നടക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയാണ് കേട്ടോ. പോരാത്തതിന് ഇപ്പോ സൂഫി വര്യന്മാർക്ക് നേരെയാണ് അവിടെ ആക്രമണം നടക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം അവിടെ പള്ളിയിൽ വെള്ളിയാഴ്ചയാണ് ഈ കലാപത്തിന് പറ്റിയ ദിവസം യവന്മാർക്ക്. അപ്പൊ യവന്മാർ ഈ പള്ളിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ ആക്രമണം അടി തുടങ്ങും. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ, നമ്മളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ടിരിക്കും. ഇതങ്ങനെയല്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞോ അടി തുടങ്ങിക്കും. ഇതാണ് അവരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇസ്ലാമിക തീവ്രവാദികൾ പ്രാർത്ഥനയ്ക്കിടെ ഒരു സൂഫി സന്യാസിയുടെ ശവകുടീരം അവിടെ കയറി അശുദ്ധമാക്കി. ഈ സൂഫി സന്യാസി മരണപ്പെട്ട ശേഷം 2 ആഴ്ചയായുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞ ശേഷം ഈ സന്യാസിയുടെ മൃതദേഹം ഇവര് പുറത്ത് തോണ്ടിയെടുത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഇതാണ് അവിടെ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ പോരാത്തതിന് അവിടെയുള്ള ഒരു നമ്മുടെ ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടി, ഷെയ്ഖ് ഹസീനെ പുറത്താക്കാൻ നിന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ആസ്ഥാനം വരെ തീയിട്ട് നശിപ്പിച്ചു. 100 കണക്കിന് ആൾക്കാർക്കാണ് അവിടെ പരിക്കേറ്റത്. ഈ സൂഫി വര്യന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഇസ്ലാമിക വിഭാഗത്തിൽ തന്നെ മറ്റൊരു കൈവഴിയിലൂടെ ഒഴുകുന്ന ഒരു ലൈനാണ് ഈ സൂഫി എന്ന് പറയുന്നത്. നരേന്ദ്രമോദി വിദേശത്ത് പോയി പറഞ്ഞതും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ സൂഫി ആചാരം പിന്തുടരുന്ന അവരുടെ ആൾക്കാരാണെന്നൊക്കെയാണ് പറഞ്ഞപ്പോൾ സൂഫി ഒരു കുറച്ച് സ്പിരിച്വാലിറ്റി ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. ഈ സൂഫി വര്യന്മാര് വായിക്കാത്ത കോലിട്ടാൽ പോലും കടിക്കാത്ത ആൾക്കാരൊക്കെയാണെന്നാണ് പറയുന്നത്. ഈ സൂഫി വര്യന്മാര് കമ്പും കുറുപടിയൊക്കെ ഇട്ട് ഇറങ്ങി, ഗതികേട് കൊണ്ട് നിവൃത്തിയില്ല. മ്യാൻമറിലൊക്കെ ബുദ്ധന്മാർ ഇറങ്ങിയില്ല, അതുപോലെ അവന്മാർ ഇറങ്ങി 100 സൂഫി വര്യന്മാർക്ക് പരിക്കേറ്റു എന്നാണ് കേൾക്കുന്നത്. അടിച്ച് തൊലച്ചു കളഞ്ഞു അവിടെ എല്ലാത്തിനെയും. അങ്ങനെ വലിയ രീതിയിലുള്ള കലാപം അവിടെ ഇപ്പൊ എന്തിനാണ് ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്? അതിനിടയിൽ പാകിസ്ഥാനിൽ നിന്ന് ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മറ്റേ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായിട്ടുള്ള മസൂദ് അസർ തിരിച്ചു വരുന്നു എന്നുള്ളൊരു വാർത്ത. പിന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരിയായിട്ടുള്ള മസൂരി, അയാളെ ഇപ്പോ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യ. അവിടെ പട്ടാളത്തിന്റെ കൂടെ നിൽക്കുന്നത്. അതാണ്, ഒന്ന് ആലോചിച്ചു, പട്ടാളത്തിന്റെ കൂടെ നിൽക്കുകയാണ്. മസൂദ് അസർ ഡിപ്രഷനിലാണെന്നാണ് ഇവിടെ ISI പറയുന്നത്. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് ഇയാളാണ്. ഇയാളുടെ അനുയായികൾ കൊല്ലപ്പെട്ടതിൽ ഇയാൾക്ക് യാതൊരു വിഷമമില്ല. പക്ഷെ ഇയാളുടെ 12 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് ഇയാൾ ഡിപ്രഷനിലോട്ട് ഡിപ്രഷനിൽ പോയ ശേഷം ഇയാളെ അഫ്ഗാനിസ്ഥാനിലോട്ട് മാറ്റാനുള്ള ഒരു നീക്കം അവിടെ ISI നടത്തി. അപ്പോഴാണ് ഇവർക്കൊരു ബുദ്ധി തോന്നിയത്, അഫ്ഗാനിസ്ഥാൻ സേഫ് അല്ല, അജ്ഞാതന്റെ വിളയാട്ടം ഉണ്ടാവും എന്ന് വിചാരിച്ച് ISI ഇവരുടെ
ഒരു ഒരു വലയത്തിൽ ഇയാളെ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ അയാൾ തിരിച്ചു വരുന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് ബംഗ്ലാദേശിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ കലാപം നടക്കുന്നതിന്റെ ഒരു സൂചന എന്താണ് വിചേട്ടാ? ലോകക്രമം മാറുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട ഒരു കാഴ്ച, ബീജിങ്ങുമായിട്ടും നമ്മൾ നരേന്ദ്രമോദി ചൈനയിൽ പോകുന്നത് കൈകൊടുക്കുന്നു എന്ന് കരുതി ചൈന ഇന്ത്യയുടെ ഒരു ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താകും എന്ന് യാതൊരു അർത്ഥവും ആരും ആക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ആരും സംശയിക്കുന്ന പോലുമില്ല. പകരം അവിടെ നടന്ന ചർച്ചകൾ ഒരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞാൽ ഈ പ്രാദേശികമായിട്ടുള്ള ഈ ഭീകരവാദവും ഒപ്പം തന്നെ സംഘർഷങ്ങളും പരസ്പര വിശ്വാസത്തിലൂടെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. കാരണം ഈ താൽക്കാലികമായി നമ്മൾ തമ്മിലുള്ള ശത്രുതയാണല്ലോ ആദ്യം ഒന്ന് നിർത്തേണ്ടത്. അതിനുള്ളൊരു ചർച്ചകൾ ഇതിനു മുമ്പും പലവട്ടം കസായിൽ വെച്ച് നടന്നിട്ടുണ്ട്. അതിനുശേഷം റഷ്യയിൽ നടന്നിട്ടുണ്ട് ഈ RICയുടെ ഒക്കെ ചർച്ചകൾ. അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒന്ന് എത്തി. ഇവിടെ ഇത് അമേരിക്ക മുൻകൂട്ടി കണ്ടിട്ടുള്ള ഒരു പക്ഷെ അമേരിക്കയ്ക്ക് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു ഒരു ഷോക്കായിരുന്നു. കാരണം മോദി അവിടെ എത്തുന്നതും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എന്ന് കരുതിയിട്ട് ഇപ്പോൾ അമേരിക്കയും നമ്മളുമായിട്ട് നിലവിലുള്ള ബന്ധം പോലെ ഒരിക്കലും ചൈനയും നമ്മളുമായിട്ടൊരു ബന്ധമില്ല നിലവിൽ. പക്ഷെ താൽക്കാലികമായി പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട്, കാരണം നിലനിൽപ്പാണ് പ്രശ്നം, ഇന്ത്യക്കും നിലനിൽപ്പാണ് പ്രശ്നം, ചൈനയ്ക്കും നിലനിൽപ്പാണ് പ്രശ്നം, റഷ്യക്കും നിലനിൽപ്പാണ് പ്രശ്നം. അപ്പൊ ഈ നിലനിൽപ്പിന് വരുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക, മുങ്ങി താഴുന്നവൻ കച്ചിത്തുരുമ്പ് കിട്ടിയാലും പിടിക്കും എന്ന് പറയുന്നത് പോലെ ആ മൂന്ന് പേരും ഒന്നിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഏഷ്യയിലും തെക്കനേഷ്യയിലും പിടിമുറുക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് അനിവാര്യമായ ഘടകമാണ്. കാരണം ഇവിടുത്തെ പിടി അയഞ്ഞു പോകാൻ കഴിയില്ല. അതിനാണ് അവർ നേരത്തെ തന്നെ പാകിസ്ഥാനെ കയ്യിലാക്കിയിരുന്നു. ബംഗ്ലാദേശിനെ കൈപ്പിടിയിലാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നു. അതിൽ ഏറെക്കുറെയൊക്കെ അവർ വിജയിച്ചു. നമ്മൾ കണ്ടതാണ് ഈ സിറ്റ്വേ തുറമുഖത്തിനടുത്ത്, മ്യാൻമാറിന് സിറ്റ്വേ തുറമുഖത്തിനടുത്ത് കിഫ്യു തുറമുഖമുണ്ട് ചൈനയ്ക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് മാറി. അവിടെ ഈ മ്യാൻമാർ അരക്കൻ ആർമീസ് ഈ റോഹിംഗ്യ മുസ്ലിങ്ങളെ വലിയ രീതിയിൽ ഉപദ്രവിക്കുന്നു, അവർ പട്ടിണിയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു റിപ്പോർട്ട് വന്നു. അതിന് തൊട്ട് പിന്നാലെ അമേരിക്കയുടെ ഒരു വലിയ ഈ കാരിയർ വാഹനം, അതായത് യുദ്ധത്തിനും മറ്റും സാധനങ്ങൾ എത്തിക്കുന്ന ഒരു വിമാനം ഈ ഭാഗത്തേക്ക് എത്തിയതായിട്ട് മുമ്പ് റിപ്പോർട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്കയ്ക്ക് ഇവരെ രക്ഷിക്കാൻ എന്ന വ്യാജേന അവിടെ തമ്പടിക്കുക എന്നുള്ളതാണ് പുതിയൊരു വഴി. പുതിയൊരു കോറിഡോർ തുറക്കണമെന്ന് പറഞ്ഞു. അതായത് ഇവർക്ക് ഈ റോഹിംഗ്യൻസിന് വിശന്ന് വലയുന്ന റോഹിംഗ്യൻസിന് ചാരിറ്റി എന്ന രീതിയിൽ അകത്തേക്ക് കയറാനായിട്ട്, അതായത് അമേരിക്ക നിരന്തരം ഈ ബംഗ്ലാദേശിന് അകത്തേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ. അപ്പൊ അതിന്റെ ഒരു സൂചനയാണോ അമേരിക്ക ബംഗ്ലാദേശിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണോ ഈ കലാപം ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടായ? അല്ല, വരാതിരിക്കാനുള്ളൊരു സൂചനയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം അമേരിക്ക ഈ ബംഗ്ലാദേശിലേക്ക് വരാൻ ഇന്നും ഇന്നലെയുമല്ല, വളരെ കാലമായിട്ട് അവർ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അതിന് തടസ്സം നിന്ന ഒരു വ്യക്തിയായിരുന്നു ഷേഖ് ഹസീന. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പുറത്തു പോകേണ്ടി വന്നതെന്ന് ഷേഖ് ഹസീന തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം യൂനസ് വന്നു. യൂനസ് വന്നതിന് ശേഷവും അമേരിക്ക ആ നീക്കങ്ങൾ തുടരുക തന്നെയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ അമേരിക്ക ഒരു വഴി കണ്ടെത്തിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മ്യാൻമാറിന്റെ അടുത്തുള്ള ഈ കടലിടുക്ക് വഴി റോഹിംഗ്യകളെ രക്ഷിക്കാൻ, അവർക്ക് ഭക്ഷണവും മരുന്നും ഒക്കെ എത്തിക്കാൻ എന്നുള്ള വ്യാജേന അവിടെ കടന്നുകൂടാൻ. അവിടെയാണ് ചൈനയും ഇന്ത്യയും ഈ അപകടം തിരിച്ചറിഞ്ഞതും മനസ്സിലാക്കുന്നതും. കാരണം ചൈനയെ സംബന്ധിച്ച് അവരുടെ തുറമുഖമുണ്ട്, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ തുറമുഖമുണ്ട്, മ്യാൻമാറിലാണെങ്കിൽ നമ്മുടെ 2 തുറമുഖങ്ങളുണ്ട്. അത് തന്നെയല്ല, നമ്മളെക്കാൾ കൂടുതൽ ഇതുപോലെയുള്ള അമേരിക്കയുടെ സാന്നിധ്യം ആ മേഖലയിൽ വരുന്നതിനെ ഭയപ്പെടുന്ന രാജ്യം ചൈനയാണ്. അപ്പൊ അവരത് ഒരിക്കലും അംഗീകരിക്കില്ല അത് മുമ്പോട്ട് പോകാനായിട്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇപ്പോൾ നടക്കുന്ന ഈ കലാപത്തെ കാണുന്നത്. കാരണം ബംഗ്ലാദേശിലെ ഭരണം ഒരുപക്ഷെ പട്ടാള അട്ടിമറിയിലൂടെ പട്ടാളത്തിന്റെ കയ്യിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ ഈ കലാപം സുന്നി ഷിയ കലാപമായിരുന്നു, അതിൽ സൂഫിയുടെ കലാപമായി മാറി. ഇത് സ്വാഭാവികമായി ഇതിനെ ഹിന്ദു ളെ കൊന്നൊടുക്കുന്ന രീതി അങ്ങനെയാണല്ലോ, അവര് മാത്രമേ ഉള്ളൂ എളുപ്പത്തിൽ കൊല്ല. ആ ഒരു കലാപമായിട്ട് മാറും, വലിയ സംഘർഷത്തിലേക്ക് മാറും. ഈ ഒരു സാഹചര്യത്തിലേക്ക് പട്ടാളം അവിടെ ഭരണം ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം നിലവിൽ അവിടെ പാകിസ്ഥാന്റെ സഹായത്തോട് പ്രവർത്തിക്കുന്ന അനവധി തീവ്രവാദ സംഘടനകൾ ഇന്ത്യക്കും അതൊരു വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ പട്ടാളം അത് ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ്. ഈ പട്ടാളം അത് ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചൈനയും ഇന്ത്യയും ഒരുപോലെ അതിന് ഒരു ചൈന മാനസികമായൊരു പിന്തുണ കൊടുക്കും. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യയുടെ അടുത്തൊരാളാണ് ഈ അവിടുത്തെ പട്ടാള മേധാവി എന്നുള്ളത് കൊണ്ട് തന്നെ തൽക്കാലം നമുക്കത് ഭയപ്പെടേണ്ടി വരുന്നൊരു സാഹചര്യമില്ല. കാരണം ലോകം ഇപ്പോൾ പോകുന്ന ഒരു യുദ്ധത്തിന്റെ മുഖത്തേക്കാണ്. അവിടെ നമ്മളുടെ അതുകൊണ്ടാണല്ലോ നമ്മളും ചൈനയുമായിട്ട് ഇപ്പോൾ ഒരു രമ്യതയിൽ പോകാനുള്ളത്. കാരണം എല്ലാവരുടെയും അതിർത്തികൾ സേഫാക്കി വെക്കുക എന്നുള്ളതാണ്. മാക്സിമം
ശത്രുത ഉള്ളത് പറഞ്ഞു തീർത്തുകൊണ്ട് തൽക്കാലം, കാരണം ഈ എല്ലാവരും ഭിന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ശത്രുവിനോടെ കടന്നു കയറാൻ എളുപ്പമായിരിക്കും. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രബലമായ രണ്ട് രാജ്യങ്ങൾ പെട്ടെന്ന് ഒരു താൽക്കാലിക ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിലെങ്കിലും അവർ ഒന്നിക്കാൻ തീരുമാനിക്കുന്നത്. ഇവിടെയാണെങ്കിൽ അവർക്ക് ബംഗ്ലാദേശിനെ ഒതുക്കേണ്ടതായിട്ടൊരു കാര്യം കൂടിയുണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും നിലവിലത്തെ സാഹചര്യത്തിൽ. കാരണം അവിടെ അമേരിക്ക എത്തുന്നു എന്നുള്ളതാണ് അവരെ ചൈനയെ സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദന. ഇന്ത്യയെ സംബന്ധിച്ച് അതുമാത്രമല്ല, അവിടെ ഈ ടെറർ ഗ്രൂപ്പുകൾ അനവധി രൂപപ്പെട്ട് വന്നിരിക്കുന്നു. പാകിസ്ഥാൻ അവിടെ അവരുടെ ബ്രാഞ്ചുകൾ അനവധി തുടങ്ങിയിരിക്കുന്നു. അതൊരു ഭീകരവാദമായി വരുന്നു. അത് ഇന്ത്യക്ക് തലവേദന സൃഷ്ടിക്കും. കാരണം ഇനി ഒരു യുദ്ധത്തിന്റെ മുഖത്തേക്ക് പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ടെററിന്റെ ശല്യങ്ങൾ നമുക്ക് ഉണ്ടാകും. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് സേഫായ ഒരു കരങ്ങളിലേക്ക് അത് എത്തിക്കുക. അതായത് ഒരു ഭാഗത്ത് ട്രംപ് പണി നടത്തുമ്പോൾ, ചില രാജ്യങ്ങളെ പിടിച്ചടക്കിക്കൊണ്ട് തന്റെ ഭാഗത്തേക്ക് നിർത്തുമ്പോൾ, ഇവിടെ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ചില രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താനായിട്ട് ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും ചേർന്ന് നടത്തുന്ന ഒരു രഹസ്യ പിന്തുണ ഈ കലാപത്തിന് ഉണ്ടാകാമായിരിക്കാം. നമുക്കറിയില്ല, അത് കണക്ട് നമുക്ക് പറയാനും കഴിയില്ല. നമ്മൾ ഒരു രാജ്യം അത് പറയുന്ന കാര്യമില്ല. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഒരു പട്ടാള ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയൊക്കെ ഇപ്പോൾ എതിരായിട്ടുണ്ട്. അതിനാൽ അവിടുത്തെ 80% ജനങ്ങളും ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണങ്ങൾക്കൊക്കെ എതിരാണ് എന്നുള്ളതാണ് പുതിയ സർവേകളും സൂചിപ്പിക്കുന്നത്. ഏതായാലും അതിർത്തി, കാരണം ഇനി അവർ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ബംഗ്ലാദേശ് അങ്ങനെ ഒരു ആക്രമണത്തിന് ഒരുങ്ങിയതാണ്. നമ്മളുമായിട്ട് ഒരു ചെറിയ അടിക്ക് ഒരുങ്ങിയത്. കാരണം രണ്ട് സൈഡിൽ അടി നടന്നു കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുമല്ലോ എന്നുള്ളത്. പക്ഷെ അതിന് ആ ഒരു കടുംകൈ അവർക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. ഏതായാലും ഇനി അത് ചെയ്യാൻ പോയിട്ട് അവിടെ ഒരു റിബൽ ശബ്ദം ഉയരരുത് എന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു, ഒപ്പം തന്നെ ചൈനയും ആഗ്രഹിക്കുന്നു. കാരണം ചൈനയ്ക്ക് നന്നായി അറിയാം, ഇത് യുഎസിനെ ഒന്നും വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരെ വെച്ചിട്ടോ ഒന്നും ഇത് മുമ്പോട്ട് ഓപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവർ അമേരിക്കൻ ഫണ്ടും മേടിച്ച് അമേരിക്കയ്ക്ക് ഇത് തീരെഴുതി കൊടുക്കും. കാരണം പാകിസ്ഥാനുമായിട്ടാണല്ലോ ബംഗ്ലാദേശിന് ഏറ്റവും കൂടുതൽ ബന്ധം. പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബാന്ധവമായി കഴിഞ്ഞിരിക്കുകയാണ്. ട്രംപിന്റെ ഫാമിലിയുമായിട്ട് വരെ മുനീറിന് ബന്ധങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. ക്രിപ്റ്റോ കറൻസി, ആ കറൻസി, ഈ കറൻസി ഒക്കെ ആയിട്ട് വലിയ ബന്ധം കിടക്കുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അത് അങ്ങനെ ആ കയ്യിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു നീക്കം കൂടി ഉണ്ടാകും. ഇപ്പോഴത്തെ കലാപത്തെ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. പെട്ടെന്നുണ്ടായ ഒരു കലാപം, ആ കലാപം ആളിപ്പടരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ പരിസമാപ്തി എന്താകും എന്നറിയില്ല. മുമ്പ് നമ്മൾ ഇതിനോട് ചർച്ചയിൽ ഇവിടെ പറഞ്ഞിരുന്നു, ഡിസംബറോട് കൂടി, ഡിസംബറാണ് പട്ടാളം അവിടെ ലാസ്റ്റ് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നത്. ഡിസംബറോട് കൂടി നിങ്ങളിത് ശരിയാക്കില്ലേ, ഡിസംബറിൽ ഞങ്ങളിത് ഏറ്റെടുക്കുമെന്ന്. ഡിസംബറിന് ഇനി അധികം നാളുകളൊന്നുമില്ല. ഇതിപ്പോ സെപ്റ്റംബറാണ്. ഒക്ടോബർ, നവംബറും കഴിഞ്ഞാൽ പിന്നെ വരുന്ന മാസം ഡിസംബറാണ്. ആ ചർച്ച പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പാണെന്ന് തോന്നുന്നു നമ്മൾ ചെയ്തത്. അന്ന് അവിടുത്തെ സൈനിക മേധാവി പറഞ്ഞു, ഡിസംബറാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഡെഡ് ലൈൻ എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഡിസംബറിലേക്ക് എത്തുന്നു. അവിടം വരെ പോകുമോ, നവംബറിൽ തന്നെ വരുമോ എന്നുള്ളതൊക്കെ, ഒക്ടോബറിൽ തന്നെ വരുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കൂടിയാണ്.